എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് സാധനങ്ങളുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നത്. അത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി ഇടണമെന്ന് നിർബന്ധമില്ല. ഒരു 4 മണിക്കൂർ മുൻപ് നമ്മൾ കുതിർത്തിയിട്ടാലും മതി. അപ്പം മിനിമം 4 മണിക്കൂർ നമ്മൾ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിടണം, അത്ര മാത്രമേ ഉള്ളൂ. പച്ചരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1 കപ്പ് ചോറ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായിട്ട് നമ്മുടെ ഈ മാവ് അരച്ചെടുക്കരുത്, കുറച്ച് ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മുടെ ഈ മാവ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഒത്തിരി കട്ടിയായിട്ടല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടല്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനെ കണ്ണൂർ മലബാർ ഏരിയയിലൊക്കെ മുട്ടയപ്പം എന്ന് പറയാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ ചുട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ എണ്ണയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ എണ്ണയുടെ ചൂട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ എപ്പോഴും വെക്കുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അധികം നന്നായിട്ട് വേവാതെ വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ തിരിച്ച് മറിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല പോലെ ഇത് പൊങ്ങിയൊക്കെ വരും. ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഈ മുട്ടയപ്പത്തിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. കറികളുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ബീഫ് കറി, അതുപോലെ കടലക്കറി, നല്ല കുറച്ച് എരിവൊക്കെ ഉള്ള നല്ല കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ മുട്ടയപ്പം കഴിക്കാനായിട്ട്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.